ഡൽഹി റാവൂസ് IAS കോച്ചിംഗ് സെന്ററിലെ വെള്ളക്കെട്ടിൽ മരിച്ച നെവിൻ ഡാൽവിൻ എറണാകുളം നീലേശ്വരം സ്വദേശിയാണ്. പിതാവ് ഡാൽവിൻ സുരേഷ് റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ. മാതാവ് ലാൻസെലറ്റ് കാലടി സംസ്കൃത സർവകലാശാലയിലെ ജിയോഗ്രഫി ഡിപ്പാർട്ട്മെന്റ് HODയുമാണ്. JNU വിദ്യാർത്ഥിയാണ് മരിച്ച നെവിൻ ഡാൽവിൻ. ഡൽഹിയിൽ ബന്ധപ്പെട്ടിരുന്നു, ആശുപത്രിയുമായിട്ടും അതുപോലെ തന്നെ കേരള ഹൗസുമായി ബന്ധപ്പെട്ടിരുന്നു. നമ്മുടെ രാജ്യസഭാംഗം അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ അവിടെ ഉണ്ട്, സ്ഥലത്തുണ്ട്. അവരുമൊക്കെയായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ നെവിൻ്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അവർ നിലവിൽ ആലുവയിലാണ് ഉള്ളത്. അവർ രാവിലെ സാധാരണ ഞായറാഴ്ച ദിവസം ആലുവയിലൊരു പള്ളിയിലാണ് അവർ പോകാറുള്ളത്. അപ്പോൾ അവർ പള്ളിയിലായിരുന്ന സമയത്താണ് ഈ വിവരം അവരറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരിപ്പോൾ അവിടെ തന്നെയാണ് ഉള്ളത്. നെവിൻ്റെ അങ്കിള്, അമ്മയുടെ സഹോദരൻ ആയിട്ടും നെവിൻ്റെ ഫാദറുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ അങ്കിള് ഇന്ന് തന്നെ 3:30 ഫ്ലൈറ്റിൽ ഡൽഹിക്ക് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം അവിടെ ചെന്നതിന് ശേഷം പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തുടർ നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. കാരണം ബന്ധുക്കളാരെങ്കിലും എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മിക്കവാറും പോസ്റ്റ്മോർട്ടം ഇന്ന് രാത്രി വൈകിയോ അല്ലെങ്കിൽ നാളത്തേക്കോ പോസ്റ്റ്മോർട്ടം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം വീട്ടുകാരുടെ ആയിട്ട് ആലോചിച്ച് ബോഡി നാട്ടിലേക്ക് എത്തിക്കാനായിട്ടുള്ള ക്രമീകരണം ചെയ്യും. ഇവർ പുറത്തുനിന്ന് തിരുവനന്തപുരത്തുനിന്ന് വന്ന് താമസിക്കുന്നതാണ്. യൂണിവേഴ്സിറ്റിയിൽ ടീച്ചർക്ക് ജോലി ആയപ്പോഴാണ് ഇവിടെ വന്ന് താമസം തുടങ്ങിയത്. എനിക്ക് തോന്നുന്നൊരു 15 വർഷത്തോളം ആയിട്ടുണ്ട്. ഒരു 14-15 വർഷത്തോളം ആയിട്ടുണ്ട് ഇവിടെ താമസം തുടങ്ങിയിട്ട്. പിന്നെ മക്കളൊക്കെ പഠിക്കാൻ പോയതുകൊണ്ട് ഒരു പ്രദേശത്തുകാരായിട്ട് വലിയ കണക്ഷനില്ല. പിന്നെ ടീച്ചറും സാറും തമ്മിൽ എല്ലാവരുമായിട്ടും കണക്ഷനായിട്ട് ഞാനായിട്ടും ഭയങ്കര കണക്ഷനിലാണ്. പിന്നെ രാവിലെ പോവും, വൈകിട്ട് വരുള്ളൂ. അപ്പം അങ്ങനെ അയൽവക്കമൊക്കെ ആയിട്ടുള്ള പയ്യലിനെ അറിയുമെന്ന് മാത്രമേ ഉള്ളൂ. കൂടുതൽ ഡീറ്റെയിലായിട്ടൊന്നും അറിയില്ല. ഇന്ന് രാവിലെയാണ് ഇങ്ങനെ മരിച്ചു എന്നുള്ള വിവരം അറിഞ്ഞത്. വില്ലേജിൽ നിന്നും തഹസിൽദാരുടെ ഓഫീസിൽ നിന്നൊക്കെ വിളിച്ചു. പേപ്പറിൽ അധികം ശ്രദ്ധിച്ചില്ലായിരുന്നു. വിളിച്ചപ്പോഴാണ് രാവിലെയാണ് വിവരം അറിഞ്ഞത്. അപ്പോൾ മെമ്പർമാരും പഞ്ചായത്ത് ജനപ്രതിനിധികളും എല്ലാവരും വന്നിട്ടുണ്ട് ഇവിടെ. അങ്ങനെ അയൽവക്കക്കാരൊക്കെ കൂട്ടിയിട്ട് ഇവർ രാവിലെ പള്ളി പോയതാണ്. പള്ളി പോയതുകൊണ്ട് ടീച്ചർ സാറിനെ വിളിച്ചായിരുന്നു. അപ്പോൾ ഞാൻ അറിഞ്ഞു. പക്ഷേ ഇപ്പോൾ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ചടങ്ങുകളൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല. അവർ വന്നാലാണല്ലോ. ഇപ്പോൾ ടീച്ചറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത്. അവർ വരാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. വേറെ ബന്ധുക്കൾ ആരും ഇവിടെ ഇല്ല. അതുകൊണ്ടൊന്നും അറിയാൻ പറ്റില്ല. അയൽവക്കക്കാർക്കൊന്നും അറിയാൻ പറ്റില്ലല്ലോ. നെവിൻ്റെ എറണാകുളത്തെ വസതിയിൽ നിന്ന് കെബിൻ കെനഡി ചേരുന്നു. കെബിൻ, പലരുടെയും അനാസ്ഥ മൂലമുണ്ടായ വലിയൊരു അപകടം. അതിൽ 3 ജീവനുകൾ നഷ്ടപ്പെടുന്നു. ഒരാൾ മലയാളി. ഈ മരണത്തിനപ്പുറം ബന്ധുക്കളുടെ ദുഃഖമാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിയാത്തൊരു കാര്യം. പറയൂ കെബിൻ, വിവരങ്ങൾ. സത്യലക്ഷ്മി, ഏറെ വിഷമകരമായ കാര്യമാണ്. അതായത് IAS സ്വപ്നങ്ങൾ ബന്ധപ്പെട്ട് നെവിൻ ഡാൽവിൻ ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് വണ്ടി കയറുന്നത്. കൃത്യമായി പറഞ്ഞാൽ നെവിൻ ഡാൽവിൻ്റെ കുടുംബം തിരുവനന്തപുരം സ്വദേശിയാണ് നെവിൻ ഡാൽവിൻ. അമ്മ കാലടി സംസ്കൃത സർവകലാശാലയിലെ ജിയോഗ്രഫി ഡിപ്പാർട്ട്മെൻറ്റ് HODയാണ്. അച്ഛൻ റിട്ടയർഡ് സൂപ്രണ്ട് കൂടിയാണ്. അതായത് ഏറെ നാളായി ഇവിടെ വന്ന് എറണാകുളത്ത് വന്ന് നീലേശ്വരം ഭാഗത്ത് വീട് വാങ്ങിച്ച് താമസിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതായത് കഴിഞ്ഞ കുറേ നാളുകളായി ഈ ടീച്ചറിൻ്റെ, അതായത് ലാൻസെലറ്റ് എന്ന് പറയുന്ന നെവിൻ്റെ അമ്മയുടെ ജോലിയുടെ ഭാഗമായിട്ടാണ് ഈ നീലേശ്വരത്ത് വന്ന് വീട് വാങ്ങിച്ച് താമസിക്കുന്നത്. ഇന്ന് രാവിലെയാണ് വീട്ടുകാർ ഈ വിവരം അറിയുന്നത്. അതായത് എല്ലാ ഞായറാഴ്ചയും കുടുംബം ആലുവയിലുള്ള പള്ളിയിൽ ആരാധനയ്ക്കായി പോകാറുണ്ട്. ആ സാഹചര്യത്തിൽ ആലുവയിൽ വെച്ചാണ് നെവിൻ്റെ അമ്മയും അച്ഛനും ഇത്തരത്തിലൊരു മരണവാർത്ത അറിയുന്നതും. അവിടെ വെച്ച് അമ്മയ്ക്ക് ഒരു ദേഹാസ്വാസ്ഥ്യം തോന്നുന്നതിനെ തുടർന്ന് അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നിലവിൽ അറിയുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ നെവിൻ്റെ അമ്മയുടെ സഹോദരൻ ഇന്ന് വൈകിട്ടത്തെ ഫ്ലൈറ്റിൽ തന്നെ ഡൽഹിയിലേക്ക് പോയി മറ്റ് പോസ്റ്റ്മോർട്ടം ചടങ്ങുകൾ ഉൾപ്പെടെ തീർത്തതിന് ശേഷം മാത്രമേ മൃതദേഹ സംസ്കരണവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. അങ്കമാലി MLA റോജി M. ജോൺ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതായത് നടപടികൾ എത്രയും പെട്ടെന്ന് വേഗമാക്കിക്കൊണ്ട് തന്നെ മൃതശരീരം നാട്ടിലേക്ക് എത്തിക്കാനുള്ള എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും ഇപ്പോൾ നിലവിൽ ഒരുക്കി കൊടുത്തിട്ടുണ്ടെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. സേതുലക്ഷ്മി. ശരി കെബിൻ, എന്താണെങ്കിലും അത്യന്തം ദുഃഖകരമായ ഒരു സംഭവം തന്നെയാണ്. മരിച്ച എറണാകുളം സ്വദേശി നെവിൻ്റെ എറണാകുളത്തെ വസതിയിൽ നിന്ന് കെബിൻ കെനഡിയാണ് വിവരങ്ങൾ നൽകിയത്.